ത്തിനോ അല്ലെങ്കിൽ തൃശ്ശൂരിലെ ബാക്കിയുള്ള പഞ്ചായത്തുകളിലേക്കോ ഇപ്പോൾ ടി എം പ്രതാപൻ MP വഴി വലിയ വികസനങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഒരു വോട്ടർ എന്ന നിലയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടും വിലയിരുത്തലെന്ന് പറയുന്നത്. നമസ്കാരം. മുരളി. ചേട്ടാ, ഇപ്പോൾ മണലൂർ നിയോജകമണ്ഡലത്തിൽ വാശിയേറിയ പോരാട്ടം നടക്കാൻ പോവുകയാണ്. ഇവിടെ TN പ്രതാപൻ UDFന്റെ MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനങ്ങളും കാഴ്ചപ്പാടുകളും മണലൂരിലെ ജനങ്ങൾക്ക് എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്? അല്ല, തീർച്ചയായിട്ടും ഒരു വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവരാത്ത ഒരു MP ആയിരുന്നു നമ്മുടെ TN പ്രതാപൻ. തൃശ്ശൂർ MP ആയിട്ടിരിക്കുമ്പോൾ മണലൂരിനെ സംബന്ധിച്ച് ഒരു വികസന പ്രവർത്തനവും കാഴ്ചവെക്കാത്ത ഒരു MP ആയിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഇവിടെ LDFന്റെ ഇവിടുത്തെ MLAയുടെ ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു കഴിഞ്ഞ ഒരു 5 വർഷത്തെ? തീർച്ചയായിട്ടും മുരളി പെരുന്നെല്ലിയെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങൾക്കോ കൃഷിക്കാർക്കോ അല്ലെങ്കിൽ നമുക്കറിയാം കാഞ്ഞാണി മേഖലകൾ റോഡിന്റെ വികസനം ഈ ഒരു മേഖലയിലൊന്നും എത്തി അതിനുള്ള പ്രവർത്തനങ്ങളൊന്നും കാഴ്ചവെച്ചിട്ടില്ല അദ്ദേഹം. അപ്പോൾ ഇത്തവണ ഒരു മാറ്റത്തിനുള്ള ഒരു സാധ്യതയുണ്ട് ഇവിടെ. തീർച്ചയായിട്ടും ഇവിടുത്തെ വോട്ടർമാര് ഒറ്റ ലക്ഷ്യമുള്ള പ്രാവശ്യം മാറ്റം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നമ്മൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നു മണലൂർ മണ്ഡലത്തിൽ മാറ്റം ആവശ്യമാണെന്ന്. അത് എല്ലാവരും BJPക്ക് ഒപ്പം ചേരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ KK അനീഷ് കുമാറാണ് ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹം ഈ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഒരു നിർണായകമായിട്ടൊരു പങ്കുവച്ചൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആളിവിടെ മത്സരിക്കുമ്പോൾ അത് BJPക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടോ? തീർച്ചയായിട്ടും തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ മുന്നിൽ നിന്ന് പോരാടിയിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. ഇവിടെ മണലൂർ മണ്ഡലത്തിന് വളരെ മുന്നേറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട് അനീഷിനെ സംബന്ധിച്ച്. ഈ മണലൂർ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് ഇവിടുത്തെ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ ചേട്ടൻ അറിയാമോ? ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം കുടിവെള്ളമാണ്. നമുക്കറിയാം, കേന്ദ്ര സർക്കാരിന്റെ ജലനിധി പരിപാടി എല്ലാ വീടുകളും എത്തി, പക്ഷെ പൈപ്പ് മാത്രമേ എത്തിയുള്ളൂ, വെള്ളം എത്തിയിട്ടില്ല. രണ്ടാമതായിട്ട് കൃഷി ജീവിക്കുന്ന ജനങ്ങളാണ് ഇവിടെ കൂടുതലും. പക്ഷെ കൃഷി മേഖല തകർന്നെടുക്കുകയാണ്. മാത്രമല്ല കാഞ്ഞാണി മുതൽ വാടാനപ്പള്ളി വരെ റോഡ് തീരെ വികസനമില്ല. അവിടെ എന്നും ഗതാഗത കുരുക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ അനീഷ് കുമാർ വരണം, ഒരു മാറ്റം വരണം. എല്ലാ ജനങ്ങളും വോട്ടർമാരും ഒറ്റ സ്വരത്തിൽ പറയുന്നു, മാറി മാറി വന്ന ഇരു മുന്നണികളും ഈ മണ്ഡലത്തിൽ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഒരു മാറ്റം ആവശ്യമാണെന്ന് എല്ലാവരും കരുതുന്നു. എല്ലാ വോട്ടർമാരും ആ തരത്തിൽ വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താമര വിരിയുമോ? താമര വിരിയും, തീർച്ചയായിട്ടും താമര വിരിയും. കാരണം എല്ലാവരും മാറ്റം പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. നമസ്കാരം. പേരഞ്ചേരി. മണലൂർ നിയോജകമണ്ഡലത്തിൽ വോട്ടറാണ്. അതെ അതെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ഇത്തവണത്തെ ഒരു ആവേശം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്? നല്ല ആവശ്യമാണ്. ഇപ്പോൾ 3 കാൻഡിഡേറ്റ്സും ഒരു കട്ടക്ക് നിൽക്കുന്ന പോലെ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല രീതിയിൽ എല്ലാ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ പാർട്ടിപരമായിട്ടും സംഘടനപരമായിട്ടൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് TN പ്രതാപനാണ് മത്സരിക്കുന്നത്. ഇന്നേ വരെ അദ്ദേഹം എവിടെയും മത്സരിച്ചിട്ട് പരാജയപ്പെട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം 5 വർഷം ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ MP കൂടിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം ആ ഒരു സമയത്ത്? TN പ്രതാപൻ കഴിഞ്ഞ 5 വർഷം തൃശ്ശൂർ പാർലമെന്റിലെ MP ആയിരുന്നു എന്നപ്പോൾ പറഞ്ഞു. അത് നമ്മൾ പലരും അത് അറിയുന്നത് അദ്ദേഹം മരണവീടുകളിലൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ ഷോ വർക്കിലൂടെയൊക്കെയാണ് ഇങ്ങനെ ഒരു MP നമ്മുടെ തൃശ്ശൂർ മണ്ഡലത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കാണാറുള്ളത്. അല്ലാതെ ബാക്കി തൃശ്ശൂർ മണ്ഡലത്തിനോ അല്ലെങ്കിൽ തൃശ്ശൂരിലെ ബാക്കിയുള്ള പഞ്ചായത്തുകളിലേക്കോ ഇപ്പോൾ TN പ്രതാപൻ MP വഴി വലിയ വികസനങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഒരു വോട്ടർ എന്ന നിലയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടും വിലയിരുത്തലെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ MLAയുടെ കഴിഞ്ഞൊരു 5 വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? വളരെ മോശമെന്ന് നമുക്ക് പറയാം. കാരണം അടിസ്ഥാന സൗകര്യ വികസനങ്ങളായിട്ടുള്ള ഈ റോഡ് പോലുള്ള സൗകര്യങ്ങളൊന്നും വികസിപ്പിക്കാനോ അല്ലെങ്കിൽ റോഡിൻ്റെ ഇപ്പോൾ കാഞ്ഞാണിയിലേക്ക് അങ്ങോട്ട് നമ്മൾ കടന്നു കഴിഞ്ഞാൽ കാണാം കുപ്പിക്കഴുത്ത് പോലെയാണ്. ഒരു ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ മറ്റ് വാഹനങ്ങളിലേക്ക് കടന്നു പോകാനോ അല്ലെങ്കിൽ അതിനെ കടത്തിവിടാനോ ഉള്ളൊരു സൗകര്യം പോലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലില്ല. അതൊക്കെ ഒരു MLA എന്ന രീതിയിൽ ആ നാടിൻ്റെ ഒരു അടിസ്ഥാന സൗകര്യ വികസനമാണ് ഈ റോഡിൻ്റെ വികസനം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മുൻകൈ എടുക്കേണ്ടത് ഒരു MLA എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കടമയായിരുന്നു. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ 5 വർഷം അതിലൊക്കെ പൂർണ്ണ പരാജയമായിരുന്നു. പിന്നെ ഈ ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ കുറച്ച് തട്ടിക്കൂട്ട് പണികളൊക്കെ നമ്മൾ കാണും. അതിനൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കി കാണുന്നുള്ളൂ. ഇപ്പോൾ ഈ LDFന്റെ നിലവിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥി പ്രൊഫസർ ശ്രീ രവീന്ദ്രൻ മാഷ്, അദ്ദേഹം പുതുക്കാട് മണ്ഡലത്തിൽ 3 വട്ടം മത്സരിച്ച് വിജയിച്ച ആളാണ്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പുതുക്കാട് മത്സരിപ്പിക്കാൻ മണലൂരിലേക്ക് എത്തിച്ചത്? എന്തായിരിക്കും അത്? നിലവിലെ MLAയുടെ ഭരണപരാജയം തന്നെ.
കാരണം അദ്ദേഹത്തിനെ ആയാലും അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റുള്ള ലോക്കൽ നേതാക്കളെ ആയാലും നിർത്തിയിട്ടോ അവരുടെ വികസനം അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. വികസനം പറഞ്ഞിട്ടാണല്ലോ വോട്ട് പിടിക്കേണ്ടത്. അപ്പോൾ നിലവിലെ MLAക്കോ അവരുടെ ഇവിടുത്തെ ലോക്കൽ നേതാക്കന്മാർക്കോ വികസനം പറഞ്ഞ് എന്തായാലും മണലൂരിൽ വോട്ട് പിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പുറത്തുനിന്നൊരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെ. മണലൂരിൽ BJPയുടെ ശക്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് കെ അനീഷ് കുമാർ. നിലവിൽ BJPക്ക് നല്ലൊരു സ്വാധീനമുള്ളൊരു മണ്ഡലം കൂടിയാണ്. സുരേഷ് ഗോപി 61,000-ഓളം വോട്ടുകൾ നേടി ലീഡ് ചെയ്തൊരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഇത്തവണ എങ്ങനെയാണ് BJPയുടെ സാധ്യതകൾ എങ്ങനെയാണ്? BJPയുടെ നിലവിൽ നല്ലൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു വന്നത്. ഒന്നാമത് മണലൂർ എന്ന് പറയുന്നത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നല്ലൊരു അടിത്തറയുള്ളൊരു മണ്ണാണ്. നല്ല വളക്കൂറുള്ള അത്യാവശ്യം വോട്ടർമാരുള്ള ഒരു 36,000-ന് അടുത്ത് ഫിക്സഡ് വോട്ടർമാർ തന്നെ നമുക്ക് മണലൂർ മണ്ഡലത്തിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചേർത്തിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ എനിക്ക് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു വോട്ട് കിട്ടി ഒരു നല്ലൊരു മത്സരം കാഴ്ചവെച്ച് അതിലൂടെ ജയിച്ച് കയറാനായിട്ടൊരു സാഹചര്യമുള്ള ഒരു സമയമാണ് ഇപ്പം നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് അനീഷ് കുമാറിനെ പോലുള്ളൊരു വ്യക്തിത്വം. അദ്ദേഹം തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടൊരു MP-നെ സമ്മാനിച്ച ഒരു വ്യക്തിയാണ്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിക്ക് ഒരു MP-നെ സമ്മാനിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിലൂടെയുമാണ് ഒരുപാട് നാളത്തെ നമ്മുടെ പ്രതീക്ഷയായിട്ട് കാത്തിരിപ്പിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് സുരേഷ് ഗോപിയെ പോലുള്ള MP-നെ മണലൂരിൽ നിന്ന് നമുക്ക് ജയിപ്പിച്ചു വിടാനായിട്ട് സാധിച്ചത്. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തന പാഠവും പരിചയവുമുള്ള ഒരു വ്യക്തിത്വം, പിന്നെ ഒരു സൗമ്യനായ എല്ലാവരോടും അടുത്തിടപഴകുന്ന കാപട്യങ്ങളില്ലാത്ത ഒരു വ്യക്തി. അപ്പം അദ്ദേഹത്തെ പോലെ ഒരാൾ മണലൂരിലേക്ക് വരുമ്പോൾ എടുത്തു പറയാമെന്ന് പറഞ്ഞാൽ മറ്റ് 2 സ്ഥാനാർത്ഥികളെക്കാളും ചെറുപ്പമാണ്. ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങൾ പിടിച്ചു വാങ്ങാനും പിടിച്ചു നൽകി ജനങ്ങൾക്ക് കൊടുക്കാനുമുള്ള കഴിവും അതിനുള്ള